വെൽക്കം ടു സക്സസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൂവിംഗ് ഓൺ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ദ വേൾഡ് സേവിംഗ് ഡേ ഇസ് ഒബ്സർവ് എവറി ഇയർ. എല്ലാ വർഷവും വേൾഡ് സേവിംഗ് ഡേ എന്ന് ഒബ്സർവ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. 31st ഒക്ടോബർ. 31st ഒക്ടോബറിനാണ് വേൾഡ് സേവിംഗ് ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഇന്ത്യയിൽ സേവിംഗ് ഡേ ഒബ്സർവ് ചെയ്യുന്നത് 30th ഒക്ടോബറിലാണ്. 30th ഒക്ടോബറിലാണ് സേവിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ. അറൗണ്ട് ദി വേൾഡിൽ 31st ഒക്ടോബറിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഡേ എന്തിനാ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ്. ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ് സേവിങ്ങിൻ്റെ ആവശ്യകത ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വേൾഡ് സേവിംഗ് ഡേ കൊണ്ടുവന്നത്. So our option is option A, 31st October. Now moving on to the second question. On 31st October, whose birth anniversary is observed as National Unity Day? ആരുടെ ബർത്ത് ആനിവേഴ്സറി ആണ് നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണ് നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വർഷം അദ്ദേഹത്തിൻ്റെ 146th ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു. 146th ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു. ഈ നാഷണൽ യൂണിറ്റി ഡേ അല്ലെ നാഷണൽ ഏകതാ ദിവസ് കൊണ്ടുവന്നത് 2014ലാണ്. 2014ലാണ് ഗവൺമെൻറ് ഈ ഡേ കൊണ്ടുവന്നത്. നാഷണൽ യൂണിറ്റി ഡേ അല്ലെ നാഷണൽ ഏകതാ ദിവസ് കൊണ്ടുവന്നത് 2014ലാണ് ഗവൺമെൻറ് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് മെയിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാം, സർദാർ വല്ലഭായ് പട്ടേൽ ഒരു മെയിൻ റോൾ നമ്മുടെ കൺട്രിയുടെ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്ന് ഇന്ത്യൻ ഒരു ഫെഡറേഷൻ ആകാൻ വേണ്ടിയിട്ട് വല്ലഭായ് പട്ടേൽ ഒരു മേജർ റോള് തന്നെ വഹിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഓണർ ചെയ്തിട്ടാണ് 31st ഒക്ടോബർ ഇപ്പം നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. So our option is option B, Sardar Vallabhai Patel. Now moving on to the third question. Along with India, which country has agreed to set up a task force, a 10-year roadmap in the defense sector? ഇന്ത്യയും ഏത് കൺട്രിയുമായിട്ടാണ് ഒരു 10-year റോഡ് മാപ്പ് ഉണ്ടാക്കിയത്, ഒരു ഡിഫൻസ് ഫോഴ്സിലെ ഒരു കോപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ? ഇന്ത്യയും ഇസ്രയേലും തമ്മിലാണ് ഈ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ 15th മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് രണ്ട് നേഷൻ്റെയും ഡിഫൻസ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഈ ജോയിൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരുടെ 15th മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് അവരൊരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. ഒരു ടാസ്ക് ഫോഴ്സ് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള കോപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കാമെന്ന്. സോ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓവർ ഒരു 10-year ടൈം മാപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ഏരിയാസിൽ കോപ്പറേഷൻ കൊണ്ടുവരണം, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് അവർ ഫോം ചെയ്യാൻ പോകുന്നു. സോ ഇന്ത്യയും ഇസ്രയേലും തമ്മിലാണ്. സോ our option is option B, Israel. Now moving on to the fourth question. Union Ministry of Rural Development launches an initiative to enable rural self-help group women to earn how much amount per annum? Rural self-help women എത്ര രൂപ ഏൺ ചെയ്യാം എന്നുള്ളതാണ് ഈ സ്കീം വഴി. 1 lakh rupees. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ലഖ്പതി എന്ന് പറഞ്ഞൊരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് റൂറൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അതിലുള്ള സ്ത്രീകൾക്ക് ഏകദേശം ഒരു 25 മില്യൺ സ്ത്രീകൾക്ക് ഓവർ എ പീരീഡ് ഓഫ് 2 വർഷം കൊണ്ട് ലൈവ്ലിഹുഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാമെന്നാണ് ഇതിൻ്റെ മെയിൻ എയിം.
ലൈവ്ലിഹുഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം. അതനുസരിച്ച് ഈ വുമണിന് ഏകദേശം ഒരു വർഷം 1 ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ ഈ സ്കീം വെച്ചിട്ട് പറ്റും. സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, 1 lakh rupees. Now moving on to the next question. The 14th edition of the Urban Mobility Conference in 2021 inaugurated by which of the following personalities? ആരാണ് അർബൻ മൊബിലിറ്റി കോൺഫറൻസ് 2021 ഇനാഗുറേറ്റ് ചെയ്തതെന്നാണ്? ഹർദീപ് എസ് പുരി. ഹർദീപ് എസ് പുരിയാണ് 2021 അർബൻ മൊബിലിറ്റി കോൺഫറൻസ് ഇനാഗുറേറ്റ് ചെയ്തത്. ഇതിന്റെ തീം എന്ന് പറയുന്നത് മൊബിലിറ്റി ഫോർ ഓൾ. അതായത് പ്രായമായവർക്കും അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് അക്സസിബിൾ ആയിരിക്കണം. അങ്ങനെ എല്ലാവർക്കും അക്സസിബിൾ ആയിരിക്കണം. അതുകൂട്ട് ഒരു അഫോർഡബിൾ റേറ്റിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. അതാണ് അർബൻ മൊബിലിറ്റി കോൺഫറൻസിൻ്റെ മെയിൻ തീമായിട്ടുള്ള മൊബിലിറ്റി ഫോർ ഓൾ മീൻ ചെയ്യുന്നത്. ഹർദീപ് എസ് പുരിയാണ് ഈ തവണത്തെ അർബൻ മൊബിലിറ്റി കോൺഫറൻസ് ഇനാഗുറേറ്റ് ചെയ്തത്. അദ്ദേഹം വെർച്വലി ആണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. അടുത്ത വർഷം 2022 അർബൻ മൊബിലിറ്റി കോൺഫറൻസ് നടക്കുന്നത് കൊച്ചി വെച്ചിട്ടാണ്. നവംബർ 4 മുതൽ 6 വരെയാണ് 2022 അർബൻ മൊബിലിറ്റി കോൺഫറൻസ് നടക്കാൻ പോകുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി ആണ്, ഹർദീപ് എസ് പുരി. നൗ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Represented by the Prime Minister Narendra Modi from the Indian side, who hold the presidency of the 16th G20 summit. 16th G20 സമ്മിറ്റിൻ്റെ പ്രസിഡൻസി ആരാണ് ഹോൾഡ് ചെയ്തതെന്നാണ്? ഏത് കൺട്രിയാണ് ഹോൾഡ് ചെയ്തതെന്ന്? ഇറ്റലിയാണ് 16th G20 സമ്മിറ്റിൻ്റെ പ്രസിഡൻസി ഹോൾഡ് ചെയ്തത്. ഇത് നടന്നത് റോമിൽ വെച്ചിട്ടാണ്. 16th G20 സമ്മിറ്റ് നടന്നത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി, ഇറ്റലി. Now moving on to next question. On November 1st, 2021, which of the following state has observed its 65th formation day? ഏത് സ്റ്റേറ്റ് ആണ് 65th ഫോർമേഷൻ ഡേ നവംബർ 1 ആഘോഷിച്ചതെന്നാണ്? കർണാടക. കർണാടകയുടെ കൂടെ കേരളയും 65th ഫോർമേഷൻ ഡേ നവംബർ 1 ആഘോഷിച്ചത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, കർണാടക. Now moving on to 8th question. For the National Industrial Corridor Development Program of India, how much loan amount was approved by Asian Development Bank? Asian Development Bank നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് എത്ര രൂപയാണ് ലോൺ ആയിട്ട് അനുവദിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. $250 million ആണ് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനായിട്ട് ADB അനുവദിച്ചത്. ADBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്കറിയാം, മണിലയിലാണ്. So our option is option A, $250 million. Now moving on to 9th question. When is World Vegan Day observed annually? എല്ലാ വർഷം എന്നാണ് വീഗൻ ഡേ ഒബ്സർവ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. 1st November. 1st November വേൾഡ് വീഗൻ ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഓൾ ഓവർ ദി വേൾഡിൽ 1st November വേൾഡ് വീഗൻ ഡേ ഒബ്സർവ് ചെയ്യുന്നത്. പ്രൊമിനൻറ്റ് വീഗൻസ് പറയുന്നത് നമ്മൾ ഈ വീഗനിസത്തിലേക്ക് വന്നാൽ, വീഗനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആനിമലിൻ്റെ ഒന്നും ഒരു പ്രൊഡക്ട്സും ഉപയോഗിക്കാതെ ഫുള്ളി പ്ലാന്റ് ബേസ്ഡ് പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിനെയാണ് വീഗനിസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊമിനൻറ്റ് വീഗൻസ് പറയുന്നത് നമ്മൾ വീഗനിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് കംപ്ലീറ്റ്ലി വീഗൻ ആവുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനും എൻവയോൺമെൻറ്റിനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ, 1st November. Now moving on to last question. Who has become the Director General of Federation of Indian Chambers of Commerce and Industry?
ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാന്നാണ് ക്വസ്റ്റ്യൻ. അരുൺ ചൗള. അരുൺ ചൗളയാണ് പുതിയ ഡയറക്ടർ ജനറൽ. 1927 FCCI രൂപപ്പെട്ടത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. സോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, അരുൺ ചൗള. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.